നമസ്കാരം. ലോക്സഭാ ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളും തങ്ങൾക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക പാർട്ടികളും ആശ്രയിക്കുന്നത് സർവേകളെ തന്നെയാണ്. ഒട്ടുമിക്ക സർവേകളും പുറത്തു വന്നു കഴിഞ്ഞു. എല്ലാ സർവേകളും കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ മുന്നണികൾക്ക് എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ് ജനങ്ങൾ നോക്കിയിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തവണ UDF നേടിയ മിന്നും വിജയം ഇക്കുറി നേടാനാവുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. അതോടൊപ്പം തന്നെ തറപറ്റിപ്പോയ CPM തിരിച്ചു വരുമോ എന്നും ജനങ്ങൾ ഉറ്റുനോക്കുന്നു. എല്ലാ സർവേകളും കൂട്ടിവായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇക്കുറി 8 സീറ്റുകൾ വരെ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നുള്ളതാണ്. ഇതിൽ 6 CPMനും 1 CPIക്കും 1 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമാണ്. CPMന് ലഭിക്കാവുന്ന സീറ്റുകൾ കാസർഗോഡാണ് ഒന്നാമത്തേത്. ഇവിടെ ഇക്കുറി CPM ഉണ്ണിത്താനിൽ നിന്നും സീറ്റ് തിരികെ പിടിക്കാനാണ് സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 5 വർഷക്കാലമായി മായ്ച്ചു കളഞ്ഞ കുറി വീണ്ടും ഉണ്ണിത്താന് ഇട്ട് നടക്കാവുന്നതാണ്. രണ്ടാമത്തേത് പാലക്കാടാണ്. അതോടൊപ്പം മൂന്നാമത്തേത് വടകരയാണ്. വടകരയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ശൈലജയുടെ വിജയം തടയാൻ UDF നടത്തുന്ന വൃത്തികെട്ട സൈബർ ആക്രമണങ്ങൾക്ക് ശൈലജ ടീച്ചറുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും കരുതുന്നു. അടുത്തത് കണ്ണൂരാണ്. ഇവിടെയും കടുത്ത മത്സരം തന്നെയാണ് നടക്കുക. ഇവിടെ വലിയ മാർജിനിലൊന്നും ജയിക്കാൻ സാധിക്കില്ലെങ്കിലും നിലവിലെ MPയും KPCC അധ്യക്ഷനുമായ K. സുധാകരനെ നേരിയ മാർജിനിൽ തന്നെ MV ജയരാജൻ മറികടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. അടുത്ത മണ്ഡലം കോട്ടയമാണ്. ഇവിടെ സിറ്റിംഗ് MPയായ മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴിക്കാടൻ തന്നെ സീറ്റ് നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. UDF നേതാവായിരുന്ന ജോസഫ് ഗ്രൂപ്പ് അംഗം സജി പാർട്ടി വിട്ടത് UDFിനിവിടെ ദോഷം ചെയ്യുകയും ചാഴിക്കാടൻ്റെ വിജയം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത മണ്ഡലം ആലത്തൂരാണ്. കാലാകാലങ്ങളായി LDFനെ CPMനെ സഹായിച്ചു പോന്നിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണയാണ് രമ്യ ഹരിദാസിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തത്. എന്നാൽ ഇക്കുറി ആ മണ്ഡലം നിലവിലെ മന്ത്രിയായ രാധാകൃഷ്ണൻ തിരിച്ചു പിടിക്കുമെന്നാണ് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെയും കടുത്ത മത്സരമെന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മണ്ഡലം CPIക്ക് ലഭിക്കാവുന്ന മാവേലിക്കരയാണ്. യുവനേതാവായ അരുൺകുമാറാണ് ഇവിടെ മത്സരിക്കുന്നത്. സിറ്റിംഗ് MPയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ കൊടിക്കുന്നിലിനെ തോൽപ്പിക്കുമെന്നാണ് സർവേകളും ഗ്രൗണ്ട് റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. തുടർച്ചയായി മത്സരിക്കുന്നതിലൂടെ പാർട്ടി അണികൾക്കിടയിലും കൊടിക്കുന്നിൽ തോൽക്കണമെന്ന പ്രതീതിയാണ് ഇവിടെയുള്ളത്. മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. ഇവിടെ സിറ്റിംഗ് MPയായ അടൂർ പ്രകാശിനെ നാട്ടുകാരൻ കൂടിയായ CPMൻ്റെ ജില്ലയിലെ തന്നെ ജനപ്രിയ നേതാവുമായ MLAയുമായ V. ജോയി തോൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെയും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുക. BJPയും ഇവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ സീറ്റും തൂത്തുവാരാമെന്ന കോൺഗ്രസിൻ്റെയും അവരെ അനുകൂലിക്കുന്ന ചാനലുകളുടെ സർവേകളെയും മറികടക്കുന്നതാണ് CPMും ഇടതുപക്ഷവും നടത്തിയ സർവേകളിൽ കാണുന്നത്. 8 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അത് 10 സീറ്റിന് മുകളിലാകാനും സാധ്യതയുണ്ടെന്ന് കരുതുന്നു.